ഡേ 3 ദേവസ്വം ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി എന്തൊക്കെ പഠിക്കാം? ഡേ 3 രസകരമായി പഠിക്കാൻ പറ്റുന്ന പോർഷനാണോ? നമുക്ക് നോക്കാം. ഡേ 3 ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ, ഹൈന്ദവ കൃതികളും ഉപജ്ഞാതാക്കളും, അതായത് പുരാണങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. അഗ്നിപുരാണം, വായുപുരാണം, മത്സ്യപുരാണം. ഇവ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതല്ല, പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കണം. അടുത്തത് കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ പഠിക്കുക. നദികൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേരളത്തിൽ ഒഴുകുന്ന നദികളെ പറ്റിയാണ്. അവ എവിടുന്ന് ഉത്ഭവിക്കുന്നു, എവിടെയാണ് പതിക്കുന്നത്, അതിൻ്റെ കൈവഴികൾ എന്തെല്ലാം, ഇതാണ് പഠിക്കേണ്ടത്. ദെൻ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്രധാനപ്പെട്ട സ്വരൂപങ്ങൾ. വളരെ കുറച്ച് സമയം, ഒരു 15 മിനിറ്റ് കൊണ്ട് പഠിച്ചു തരാം. എവിടെ സ്വരൂപങ്ങൾ സ്ഥിതി ചെയ്യുന്നു, ആ രാജവംശത്തിൻ്റെ പ്രത്യേകത എന്താണ്, അവയാണ് പഠിക്കേണ്ടതായിട്ടുള്ളത്. ദെൻ ഇത്തിരി വലിയ ടോപ്പിക്കാണ് ആർട്ടിക്കിൾസ് എന്നുള്ളത്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുള്ള ആർട്ടിക്കിൾസ് ആണ്. പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ്, പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചില ആർട്ടിക്കിൾസ് ഉണ്ട്. ഇവയെ പറ്റിയാണ് ഇന്ന് പഠിക്കേണ്ടത്.